കഴിഞ്ഞ സെപ്റ്റംബറിൽ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും മടി കാരണം 2 മാസം ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് ഉഴപ്പി നടക്കുമായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട് ക്രിസ്റ്റിയുടെ നെഫ്യൂന്റെ മാമോദീസയാണെന്ന്. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, കൃഷ്ണനും ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഇപ്പൊ കൊച്ചിയിലുള്ളത് ഞാനും കൃഷ്ണനും മാത്രമാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ വാവയ്ക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വേഗം ബസ്സിൽ കയറി. ഫംഗ്ഷൻ നടക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. എറണാകുളം ജില്ലയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 1.25 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടാവും. കൃഷ്ണൻ ഉണ്ടായിരുന്നോണ്ട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ബോറടിച്ച് ചത്താൻ. അങ്ങനെ പ്രതീക്ഷയിൽ നേരത്തെ തന്നെ നമ്മൾ വെന്യൂവിലെത്തി. ദേവാവയുടെ പേര് ജോഷുവ എന്നാണ്. ഞങ്ങളെ കണ്ടപ്പോ തന്നെ ഓടി വരുന്ന ആളെ നോക്കി, ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ക്രിസ്റ്റി, അതായത് കൊച്ചിന്റെ അമ്മാവൻ. അവൻ തന്നെയാണ് പരിപാടിയൊക്കെ ഹോസ്റ്റ് ചെയ്തത്. അങ്ങനെ പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും വാവൻ നല്ല ഉറക്കമായി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വാവനെ തൊട്ടി തന്നെ കിടത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഡെസേർട്ടായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ പീസ് റെഡ് വെൽവെറ്റ് മാത്രമാണ്. കൃഷ്ണനാണെങ്കിൽ അവിടെ കണ്ട എല്ലാം പെറുക്കി എടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവനെല്ലാം കഴിക്കാൻ പറ്റുള്ള എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അവനെ കുറച്ച് കഴിച്ച് സഹായിച്ചു. ഉച്ചയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. വളരെ അടുത്ത ഫാമിലിയും ഫ്രണ്ട്സും മാത്രം ഉണ്ടായിരുന്ന പരിപാടിയായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അധികം ലേറ്റ് ആവുന്നതിന് മുമ്പ് വീട്ടിലെത്തണമല്ലോ. അങ്ങനെ ഇങ്ങോട്ടും 1.5 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ എറണാകുളത്തെത്തി. വന്നപ്പോഴേക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പോയപ്പോൾ ഇത്ര ക്ഷീണം ഉണ്ടായില്ല, പക്ഷെ വന്നപ്പോഴേക്കും നല്ല ടയേർഡായി. അങ്ങനെ നമ്മൾ അടുത്ത് കണ്ട ഒരു ഷോപ്പിൽ കയറിയിട്ട് കോഫി കുടിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നേരെ മെട്രോ കയറി ഇടപ്പള്ളി ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. അപ്പോൾ ഗൈസ്, ഇത്രയോളം ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.